അടിപൊളി ഇടിവെട്ടിലേക്ക് കടക്കാം. സ്വാഗതം ചെയ്യാം ശിവദാസ് വെല്ലോലി. എവിടുന്ന ചേട്ടൻ വരുന്നത്? പാലക്കാട്. ഓക്കെ, പാലക്കാട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? സുഖമായി പോകുന്നു. ഓക്കെ, സോ എന്താണ് ചേട്ടൻ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്ന് സുരേഷ് ഗോപി ചേട്ടന്റെ ഒരു 3 വെറൈറ്റി ശബ്ദങ്ങളാണ്. 3 വെറൈറ്റി ശബ്ദങ്ങൾ. അത് ഏതൊക്കെയാണ് 3 വെറൈറ്റി എന്ന് പറയുന്നത്? അതായത് അദ്ദേഹം നമ്മുടെ ലേലം എന്ന ചിത്രത്തില് അടിപൊളി പഞ്ച് ഡയലോഗ് പറയുന്ന ഒരു രംഗം, അത് കഴിഞ്ഞ് കോടീശ്വരനിൽ വരുമ്പോൾ മറ്റൊരു ശബ്ദം, അത് കഴിഞ്ഞ് സെന്റിമെന്റ്സ് ആകുമ്പോൾ വേറൊരു. നമുക്ക് ലേലത്തിലെ അടിപൊളി ഒരു ഡയലോഗ് കേൾക്കാം. അപ്പൊ തേവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനാണ്. മൂപ്പനാറ് ഇന്ന് 4 വർത്താനം കൂടി പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഈ ചാക്കോച്ചി. നിറമാസം ഗർഭിണി തങ്കച്ചി ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ തേവർക്ക് പുച്ഛം. എന്നിട്ട് നീട്ടി അങ്ങോട്ട് ഒരു തുപ്പും. തുപ്പരുത് തേവരെ, തുപ്പി പഠിക്കരുത്. പണ്ട് ഇതുപോലൊരവസ്ഥ തേവർക്ക് ഉണ്ടായിരുന്നു. തലവഴി മണ്ണെണ്ണ വെച്ച് തീ കൊളുത്തി ഒരു തങ്കച്ചി ഉണ്ടായിരുന്നു. സ്മരണ വേണം തേവരെ, സ്മരണ. വാടാ ജോണി. ഇത് തന്നെ അദ്ദേഹം കോടീശ്വരനിൽ വരുമ്പോ, കോടീശ്വരനിലെ മത്സരാർത്ഥി പാലക്കാടുകാരനും ഇദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പം പാലക്കാട് എന്ന് പറയുമ്പോൾ ഒരു എളിമയും ആ ഒരു സംഭവം രണ്ടും ചെയ്യുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോടീശ്വരൻ എന്ന പ്രോഗ്രാമിലേക്ക് ഊഷ്മളമായ സ്വാഗതം. മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന വേഗവിരൽ ചോദ്യം: ലോകത്തിൽ ഏറ്റവും തൊലിക്കട്ടിയുള്ള ജീവി ആരാണ്? സന്തോഷ് പണ്ഡിറ്റ്. താങ്കൾക്ക് കടന്നു വരാം കോടീശ്വരൻ എന്ന ഹോട്ട് സീറ്റിലേക്ക്. എന്താണ് താങ്കളുടെ പേര്? കണ്ടു. എന്ത് കണ്ടു എന്നല്ല ഞാൻ ചോദിച്ചത്, എന്താണ് താങ്കളുടെ പേര്? കണ്ടു. എന്താണ് താങ്കളുടെ പേര്? എടാ കുട്ടി, എന്റെ പേര് കണ്ടു എന്നാണ്ട, അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടു. കണ്ടു കണ്ടില്ല എന്ന ഗാനമാണ് താങ്കളുടെ പേര് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോ ആദ്യത്തെ ചോദ്യം: റെയിൽവേ പാളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ പേര് എന്താണ്? എ തീവണ്ടി, ബി റിക്ഷ വണ്ടി, സി കാളവണ്ടി, ഡി ഓട്ടോറിക്ഷ. ഏതാണ്? തീവണ്ടി. ഉത്തരം ശരിയാണ്. കാളവണ്ടി, ഓട്ടോറിക്ഷ, സൈക്കിള്, ഓട്ടോറിക്ഷ എല്ലാം പോവും. എന്താണ് താങ്കൾ പറയുന്നത്? എടാ കുട്ടി, ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ തീവണ്ടി പോയാ അതങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേലെ കൂടെ അല്ലേ ഈ കാളവണ്ടിയും ബസ്സും കാറും ലോറിയൊക്കെ പോണത്. താങ്കൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ഇനി തമിഴ് സിനിമയിലെ വിജയകാന്ത്. நீ வேணா மக்களை ஏமாத்தல, அரசியல ஏமாத்தல, என்ன ஏமாத்த உன்னால முடியாது. ஏன்னா நான் மதுரைக்காரு, அதை விட தமிழ் அடிக்கிற அடியில அண்டா கிண்ட கண்டு கிட்னி இடம் மாறிடும். சொல்லி போட்டேன், ஒட்டுமா நீ இந்த ரூட்ல போ, நான் அந்த ரூட்ல வரேன். ഇനി നമുക്ക് നമ്മുടെ ജഗതി ചേട്ടൻ. എന്തുവാണോ ഇത്? വിദ്യാപീഠിയുടെ തുടക്കമാട്ടപ്പോ കൂട്ടുകൂട്ടാരകളിൽ ചകിട്ട പകിട്ട കളിക്കുന്ന പച്ച പാട്ടവരുടെ തോഴി. ആര് പറയാൻ, ആരോട് പറയാൻ? താൻ എന്തുവാ പറഞ്ഞ് പണ്ടട വെച്ച് കത്തിക്കുമ്പത്തല്ലേ ഒഴിക്കട്ടെ പണ്ടണ്ട ഗ്യാസ്. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. നന്നായിട്ട് തന്നെയാണ് ഇവിടെ പെർഫോം ചെയ്തത്. വി ആർ ഓൾ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ ഇനിയും കാണാം. പാലക്കാടുള്ളവരൊക്കെ നമ്മുടെ അന്വേഷണം പറയാം. ഓക്കെ, താങ്ക് യു ചേട്ടാ.